ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ഉസിക്കും വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. ഇസ്ലാം എന്നത് അള്ളാഹു മുഴുവൻ മനുഷ്യർക്കുമായി ഇറക്കിയ ജീവിതമാർഗമാണ്. ഇസ്ലാം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ മുഹമ്മദീയ റിസാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിന് ശേഷമുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പൊതുവെ പറയാറ്. ഇപ്രകാരം പ്രവാചകൻ്റെ സന്ദേശം മാലോകർക്കായി അവതരിക്കുന്നത് അതിനു മുമ്പുള്ള എല്ലാറ്റിനെയും തകർത്തും വകഞ്ഞു മാറ്റിക്കൊണ്ടുമല്ല. പകരം ആദ്യ മനുഷ്യന് മുതൽ അള്ളാഹു നൽകിയതാണ് ഇസ്ലാം. കാലങ്ങളിൽ അതിൻ്റെ ശരീഅത്തിന് ആചാരാനുഷ്ഠാനങ്ങൾക്ക് വ്യത്യാസമുണ്ടാകാം. പക്ഷെ അള്ളാഹുവിനെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കാലത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ കാലം പോകെ പോകെ ആളുകൾ അതിൽ നിന്ന് അങ്ങനെ വഴിതെറ്റിപ്പോകുമ്പോൾ ശരിയായ മാർഗത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് പ്രവാചകന്മാർ ആഗതരായിക്കൊണ്ടിരുന്നത്. അതിനാൽ ലോകത്തെ നേർമാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു അനുഗ്രഹമായി പ്രവാചകന്മാരുടെ പരമ്പര വരുന്നു. അതിൽ അവസാനത്തെ പ്രവാചകനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ഭാഗമാണ് ഞാൻ ഓതി വെച്ചത്. സൂറ ആല ഇമ്രാനിലെ 164-ാമത്തെ ആയത്ത്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. വിശ്വാസികൾക്ക് അള്ളാഹു സമ്മാനമായി നൽകിയിരിക്കുന്നു, അനുഗ്രഹം ചെയ്തിരിക്കുന്നു. ഇത് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ അയച്ചു. യത്ലു അലൈഹിം ആയാത്തി. എൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മേൽ ഓതി കേൾപ്പിക്കുന്നു. വയുസക്കീഹിം. അവരെ സംസ്കൃത ചിത്തരാക്കുന്നു. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതിൽ ശരി തെറ്റ് എന്നവരെ ബോധിപ്പിച്ചുകൊണ്ട് വൃത്തിയും വെടിപ്പുമുള്ള ജീവിതം നയിക്കാൻ അവരെ പര്യാപ്തരാക്കുന്നു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. അവരെ ഹിക്മത്ത്, തത്വജ്ഞാനവും ഗ്രന്ഥവും അവരെ പഠിപ്പിക്കുന്നു. വയിൻ കാനൂ മിൻ ഖബ്ലു ലഫിയ വലാലിൻ മുബീൻ. ഈ സന്മാർഗം വന്നെത്തുന്നതിന് മുമ്പ് തികഞ്ഞ വഴികേടിലായിരുന്നു അവരുണ്ടായിരുന്നത്. ഇതേ ആശയം തന്നെ സൂറ ബഖറയിൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സൂറ ജുമായിൽ ഇതേ ആശയം സൂറ ജുമായുടെ 2-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരാശയമാണ്. നിലവിലിരിക്കുന്ന കാര്യങ്ങളിൽ എന്താണ് മനുഷ്യന് പിഴച്ചു പോയത് എന്നതിൽ നിന്ന് വൃത്തിയാക്കിക്കൊണ്ട് മനുഷ്യന് മോചനത്തിൻ്റെ ഒരു മാർഗം നൽകിക്കൊണ്ട് മനുഷ്യനെ സംസ്കൃത ചിത്തനാക്കുക, സംസ്കാരമുള്ളവനാക്കി മാറ്റുക, അള്ളാഹുവിനെ കേന്ദ്രസ്ഥാനത്താക്കിക്കൊണ്ടുള്ള ഒരു നാഗരികതയുടെ നിർമ്മാണത്തിന് അവനെ പര്യാപ്തനാക്കുക എന്നുള്ളതാണ് പ്രവാചകൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. അന്യ സംസ്കാരങ്ങളിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഉൾക്കൊണ്ടിട്ടുണ്ട്. പ്രവാചകൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട്. കത്തുകളിൽ സീല് വെക്കുന്ന ഒരു രീതി, അക്ഷരാഭ്യാസം തന്നെ വളരെ കുറവായിരുന്ന അറബികളെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു രീതി ഉണ്ടായിരുന്നില്ല. പക്ഷെ പ്രവാചകന് റോമ, പേർഷ്യ, യമൻ, എത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് കത്തെഴുതേണ്ടി വന്ന സന്ദർഭത്തിൽ പ്രവാചകന് വേണ്ടി കത്തെഴുതി കൊടുത്തപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടു, സാധാരണ ഇത്തരം രാജസദസ്സുകളിൽ ഔദ്യോഗിക മുദ്രകളില്ലാത്ത കത്തുകൾ സ്വീകാര്യമാവുകയില്ല എന്ന്. അങ്ങനെയാണ് പ്രവാചകൻ റസൂലുള്ളാഹി എന്നൊക്കെ പറയുന്ന, നമ്മൾ സാധാരണ മോഡലായിട്ട് അതിൻ്റെ ഇത് കാണാറുണ്ട്, അത്തരം ഒരു മോതിരം പ്രവാചകൻ തൻ്റെ സീലിന് വേണ്ടി പ്രവാചകൻ ഉണ്ടാക്കുന്നത് മറ്റ് സംസ്കാരങ്ങളുടെ രീതികൾ പകർത്തിയത് കൊണ്ടാണ്. അഹ്സാബ് യുദ്ധത്തിൽ കിടങ്ങ് കുഴിക്കുന്ന ഒരു നിർദ്ദേശം സൽമാനുൽ ഫാരിസി പറയുന്നത് ഞങ്ങൾ പേർഷ്യക്കാരിങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. തായിഫ് കീഴടക്കാൻ പോകുന്ന സന്ദർഭത്തിൽ താഴ്ഭാഗത്ത് നിന്നുകൊണ്ട് എങ്ങനെയാണ് കോട്ടവാതിലുകൾ പിളർക്കാൻ പാകത്തിനുള്ള തെറ്റാലികൾ പ്രയോഗിക്കേണ്ടത് എന്ന ഒരു പാഠം പഠിക്കുന്നതിന് വേണ്ടി തായിഫിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ 6 മാസം മുമ്പ് റോമിലേക്ക് 2 പേരെ പറഞ്ഞു വിടുന്ന സംഭവം പ്രവാചകൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിയും. പറഞ്ഞു വരുന്നത് അന്യ സംസ്കാരങ്ങളോട് തീർത്തും ബന്ധമില്ലാത്ത രീതികളല്ല, പകരം അവയിൽ നിന്ന് സ്വീകരിക്കാവുന്ന കാര്യങ്ങളെന്ത്, അവ എവിടെയാണ് ഇസ്ലാമിക വിശ്വാസവുമായി ഇടയുന്നത്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിത കാഴ്ചപ്പാടുമായി അതിന് വല്ല വ്യത്യാസവുമുണ്ട്,
അത്തരം കാര്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അന്യ സംസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്ത ഘടകങ്ങൾ മുസ്ലിം സമൂഹം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ തന്നെ ശീലിച്ചു വരുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഇപ്രകാരം ഭക്ഷണം നമ്മൾ സ്വീകരിച്ചു. സംസ്കാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരിഭക്ഷണം എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ കഴിയുകയില്ല. പക്ഷേ നമ്മളെല്ലാവരും അരിഭക്ഷണം, ഇസ്ലാമിൽ അനുവദനീയമായ ഭക്ഷണം കഴിക്കേ നമ്മൾ കഴിക്കുന്നുണ്ട്. വസ്ത്രങ്ങളെ സംബന്ധിച്ച് അറബികളുടെ വസ്ത്രമല്ല ഇസ്ലാം ചെന്ന ഇടങ്ങളിലുള്ള വസ്ത്രത്തിൻ്റെ ഒരു ധാരയായി, രീതിയായി സ്വീകരിക്കപ്പെട്ടത്. പക്ഷേ വസ്ത്രത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും കാര്യം വരുമ്പോൾ ഇസ്ലാം പറഞ്ഞ ഹലാൽ ഹറാമുകൾ പാലിക്കപ്പെടുന്നുണ്ടോ, പരിധികൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണത്തിനുള്ള മാർഗം തങ്ങൾ കണ്ടെത്തുന്നത് ഹലാലായിക്കൊണ്ട് തന്നെയാണോ, അതിൽ പന്നിമാംസമുണ്ടോ, രക്തമുണ്ടോ, അറുക്കപ്പെടാത്തതുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ട്, അതുകൊണ്ടാണ് ഹലാൽ ഫുഡ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഒരു രീതിയായി മാറുന്നത്. വസ്ത്രധാരണത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നഗ്നത മറക്കുക എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ പ്രയോഗമുണ്ട്, വസ്ത്രം ധരിച്ച നഗ്നകൾ എന്ന് പറയുന്ന. അപ്രകാരമായി തീരരുത്. പകരം നിങ്ങൾ എന്ത് ധരിക്കുന്നു എന്നതിനപ്പുറത്ത് ഇസ്ലാം നിങ്ങളോട് പറയുന്ന മറക്കേണ്ടുന്ന ഭാഗങ്ങൾ മറക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അതിൽ നമ്മൾക്ക് കാണാൻ പറ്റും. ഭാഷ സംസ്കാരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇസ്ലാമിക സമൂഹം ചെന്ന പലയിടങ്ങളിലും ഭാഷ മാറിപ്പോയിട്ടുണ്ട്. ഈജിപ്തിൻ്റെ ഭാഷ നേരത്തെ അറബി ആയിരുന്നില്ല. അതുപോലെ സിറിയ പോലുള്ള, ഫലസ്തീൻ പോലുള്ള പ്രദേശങ്ങളിൽ ഇസ്ലാമിക സമൂഹം ചെല്ലുന്നതിന് മുമ്പ് അവരുടെ ഭാഷ അറബി ആയിരുന്നില്ല, പിന്നീട് അറബിയായി മാറുകയാണ്. അതേസമയം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാം എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഭാഷ മാറുന്നില്ല, ലിപി കുറച്ച് മാറുന്നുണ്ട്. കിഴക്കനേഷ്യൻ പ്രദേശങ്ങളിലേക്ക് ഇസ്ലാം ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയും ഭാഷ മാറുന്നില്ല. പക്ഷെ ഭാഷയുടെ ഉപയോഗം എന്തായിരിക്കണം, എങ്ങനെയാണ് പദപ്രയോഗങ്ങൾ നടത്തേണ്ടത് എന്നത് സംബന്ധിച്ച ഇസ്ലാമിക ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ടാണ് ഭാഷയെ ഡെവലപ്പ് ചെയ്യാൻ പോലും ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യൻ കോണ്ടിനെൻ്റിൽ രൂപം കൊണ്ടിട്ടുള്ള ഉറുദു ഭാഷ ഇത്രമാത്രം മനോഹരമായി തീരുന്നതിൻ്റെ ഒരു കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഉപയോഗിക്കപ്പെടുന്ന ഉപചാര വാക്കുകൾ എന്ന് പറയുന്നത് അത്രക്ക് വലുതാണ്. ഒരുപക്ഷെ നമ്മുടെ മലയാളം പോലുള്ള ഒരു ഭാഷയിലില്ലാത്ത രീതിയിൽ തെശ്രീഫ് രഖിയെ, തെശ്രീഫ് ലായിയെ എന്നൊക്കെ പറയുന്ന അങ്ങേയറ്റത്തെ ബഹുമാനത്തിൽ നിന്നുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രാർത്ഥനയിൽ നിന്നുകൊണ്ടും ഒരു ഭാഷാ പ്രയോഗം മാറി വരുന്നത് ഇസ്ലാമിക സംസ്കാരം മറ്റ് ഭാഷകളെ സ്വാധീനിക്കുന്നതിൻ്റെ ഭാഗമായാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും എന്ന് പറഞ്ഞാൽ അന്യ സംസ്കാരങ്ങളിൽ നിന്ന്, ഇസ്ലാമിക പരിസരങ്ങളിൽ നിന്നല്ലാത്ത സംസ്കാരങ്ങളിൽ നിന്നും നമ്മൾക്ക് എന്ത് സ്വീകരിക്കാം, എന്ത് സ്വീകരിക്കാതിരിക്കാം എന്നതിലെ ഒരു രാജഗ്രാഹ്യ ബുദ്ധി എന്നൊക്കെ നമ്മൾ സാധാരണ ഭാഷയിൽ പറയുമല്ലോ, ആ ഒരു തോന്നൽ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പലപ്പോഴും അത് നമ്മളുടെ സന്മാർഗത്തിന് മുന്നിലെ വലിയ തടസ്സമായി മാറും എന്നുള്ളത് നാം മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്ന ജനതകളുടെ ചരിത്രത്തിൽ ആളുകൾക്ക് പലപ്പോഴും സത്യം സ്വീകരിക്കുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട തടസ്സമെന്ന് പറയുന്നത് പാരമ്പര്യത്തെക്കുറിച്ചുള്ള വിശ്വാസമാണ്. പാരമ്പര്യം എന്ന് പറയുന്നത് അങ്ങനെ മാറ്റാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലും ആളുകൾ പറയാറുണ്ട്, ബാപ്പ കാരണവന്മാരുടെ കാലം മുതലേ ഞങ്ങൾ ഇത് ചെയ്തു വരുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. പലപ്പോഴും അവരുടെ തോന്നലുകൾ, അവരുടെ ജീവിതത്തിലുള്ള അവരുടെ ചെയ്തികൾ ഇസ്ലാമിനനുസൃതമായി മാറ്റാൻ അവർക്കുള്ള തടസ്സമെന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ്റെ ആവർത്തിച്ച് വരുന്ന ഒരാശയം സൂറ മായിദയിൽ 104-ാമത്തെ ആയത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം: വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലാ റസൂലി ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅന. ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅന. അള്ളാഹുവും അവൻ്റെ റസൂലും കൊണ്ടുവന്നതിലേക്ക് നിങ്ങൾ വരൂ, നിങ്ങളുടെ ജീവിതം അതിനനുസരിച്ച് മാറ്റിപ്പണിയൂ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് ഞങ്ങളുടെ ബാപ്പ കാരണവന്മാർ എന്താണോ ചെയ്തു വന്നത്, പൂർവ്വപിതാക്കന്മാർ എന്താണോ ചെയ്തു വന്നത് അത് മതി ഞങ്ങൾക്ക് എന്നവർ പറയും. ഖുർആൻ ചോദിക്കുന്നു, അവലൗകാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. ഒന്നും അറിയാത്തവരും വഴികേടിലായിരുന്ന ആളുകളുമായിരുന്നു അവരുടെ പൂർവ്വപിതാക്കൾ എങ്കിലും അവർ ആ മാർഗം തന്നെ സ്വീകരിക്കും എന്നാണോ അവർ പറയുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇസ്ലാം കടന്നു വന്നതിന് ശേഷം ദീർഘമായ കാലത്തോളം ഇതുപോലെ ഈ ബാപ്പ കാരണവന്മാരുടെ പാരമ്പര്യങ്ങളിലെ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയുള്ളൂ എന്ന ബോധ്യമുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ പോലും സ്ത്രീധനം എന്ന് പറയുന്ന ഒരു ഏർപ്പാട്, അത് പരസ്യമായി സഭയിൽ പറയുന്നത് മോശമാണ്, അശ്ലീലമാണ് എന്നൊരു തോന്നൽ കഴിഞ്ഞ് 25 വർഷത്തിന് ശേഷം
പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ നിരന്തരമായ ശ്രമത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതി സംഭവിക്കുമായിരുന്നില്ല എന്നുള്ളത് നമ്മൾക്കറിയാമല്ലോ. നോർത്ത് ഇന്ത്യൻ പരിസരങ്ങളിൽ സ്ത്രീകൾക്ക് സ്വത്തിന് അവകാശം നൽകുന്ന രീതി ഉണ്ടായിരുന്നില്ല. ഷാ അബ്ദുൽ അസീസ് വിധവാ വിവാഹം ശരിയാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഒരു വിധവയെ വിവാഹം കഴിക്കേണ്ടി വന്നു എന്നുള്ളത് 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അന്നൊക്കെയും ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും, മതത്തിൻ്റെ പരിവേഷത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ സാംസ്കാരികമായ സ്വാധീനങ്ങളാണ് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാം. സാധാരണ പ്രായമുള്ള ആളുകളാണ് ഈ പാരമ്പര്യത്തെക്കുറിച്ച് പറയുക. അന്യസംസ്കാരങ്ങളുടെ സ്വാധീനം ചെറുപ്പക്കാരെ പിടികൂടാൻ സാധ്യതയുള്ളത് ട്രെൻഡിൻ്റെ പേരിലാണ്. വാക്കുകൾ ഒരുപക്ഷെ കാലത്തിനനുസരിച്ച് മാറി വരാം. പക്ഷെ എല്ലാവരും ഇപ്പോഴതാണല്ലോ ചെയ്യുന്നത്. നമ്മൾ മാത്രമായിട്ട് എന്തിന് മാറി നടക്കണം എന്ന ഒരു ചോദ്യമാണ് ഉണ്ടാകുന്നത്. അവിടെയും ഞാൻ നേരത്തെ പറയുന്ന മാനദണ്ഡം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബാധകമായിരിക്കുന്ന ഒരു കാര്യമാണ്. മാറി വരുന്ന എല്ലാ ട്രെൻഡുകളോടും പുറംതിരിഞ്ഞു നിൽക്കുന്ന തീവ്രതരമായ ഒരു സമീപനം ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് അങ്ങനെ ട്രെൻഡിനനുസരിച്ച് തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുക, ഒഴുക്കിലെ ചപ്പുചവറുകൾ കണക്കെ തങ്ങൾക്ക് സ്വന്തമായ അഭിപ്രായമൊന്നുമില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുക. ഇസ്ലാമിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും വലിയ അതിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് അതിലെ മധ്യമ സമീപനമാണ്. കാരണം മധ്യമമാവാതിരിക്കാൻ അതിന് തരമില്ല. കാരണം 1400 കൊല്ലം മുമ്പ് ഇറങ്ങിയ അതിൻ്റെ അവസാനത്തെ എഡിഷൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നത് അവസാനത്തെ മനുഷ്യന് വരെയുള്ളതാണ്. നമ്മളുടെ ഒരു മനുഷ്യായുസ്സിൽ തന്നെ എത്രമാത്രം വലിയ മാറ്റങ്ങളാണ് ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ആ മാറ്റങ്ങളോട് മുഴുവൻ സക്രിയമായി പ്രതികരിച്ചുകൊണ്ട്, അഡാപ്റ്റ് ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സമൂഹങ്ങളെ പ്രേരിതമാക്കണം അള്ളാഹുവിൻ്റെ സന്ദേശം എന്നുണ്ടെങ്കിൽ നമുക്ക് നിന്നിടത്ത് നിൽക്കാൻ കഴിയുകയില്ല എല്ലാ കാര്യത്തിലും. അതിനാൽ ഏത് മാറ്റം വരുമ്പോഴും അതെല്ലാം ഹറാമാണ്, അതെല്ലാം ദീനിനെ തകർക്കാനുള്ളതാണ് എന്ന് പറയുന്ന അവസ്ഥയുണ്ടാകും. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും വേഷങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും. നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് പാൻ്റ് എടുത്തുകൊണ്ട് ഒരു ഇമാമാകാൻ നിങ്ങൾക്ക് സാധ്യമല്ല. കാരണം ഇമാമാകണമെന്നുണ്ടെങ്കിൽ പാൻ്റ് എടുക്കാൻ പറ്റില്ല. കാരണം വൈദേശികൻ്റെ, ഇംഗ്ലീഷുകാരൻ്റെ, തങ്ങളുടെ സംസ്കാരങ്ങളെ നശിപ്പിക്കാൻ വന്നവൻ്റെ വേഷമാണ്. പക്ഷെ മുസ്ലിം സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് പൗരോഹിത്യത്തിൻ്റെ ഇത്തരം സംസ്കാരങ്ങൾ, ഇത്തരം അരുതുകൾ യഥാർത്ഥത്തിൽ മതവുമായി യോജിച്ചതല്ല, മറിച്ച് സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. നമ്മുടെ ഇപ്പോൾ ഈ കാലത്തുള്ള പെൺകുട്ടികൾ ധാരാളമായി പാൻസ് അല്ലെങ്കിൽ ജീൻസ് പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചും ആളുകൾ പ്രകടമായി ഹറാം എന്ന് പറയും. നമ്മൾ അത്തരം സംസാരങ്ങൾ, കാരണം ഹറാം എന്ന് പറയുന്നത് അതീവ ഗൗരവതരമായ ഒരു വിഷയമാണ്. നമ്മൾക്കൊരു പക്ഷേ പരിചയമില്ലാത്ത, നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ സംഗതികളിലും വളരെ ഉദാരമായി ഹറാം ഹറാം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഹറാമിൻ്റെ ഗൗരവം ചോർന്നു പോകുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. ശരിയാണ്, ഇസ്ലാമിൻ്റെ ചില നിർദ്ദേശങ്ങളുണ്ട്, വേഷങ്ങൾ എങ്ങനെയാണ് വേണ്ടത്. നഗ്നത മറക്കണം. സ്ത്രീയും പുരുഷനും പരസ്പരം സ്ത്രീയാണോ പുരുഷനാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാകരുത് നിങ്ങളുടെ വേഷവിധാനങ്ങൾ. ഇസ്ലാമിന് ഇത്തരം ചില കൽപ്പനകളും ശാസനകളും ഉണ്ട്. പക്ഷേ 80കളിൽ നമ്മളിൽ പലരും, ഞാൻ എൻ്റെയൊക്കെ തലമുറ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചുരിദാറിനെക്കുറിച്ച് ഇതേ ആക്ഷേപം പള്ളികളിൽ നിന്ന്, മിമ്പറുകളിൽ നിന്ന്, പണ്ഡിതന്മാരുടെ വായകളിൽ നിന്ന് കേൾക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതേസമയം നോർത്ത് ഇന്ത്യൻ സൈഡിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരുപക്ഷെ മുസ്ലിം വേഷം എന്നുള്ള രീതിയിൽ സ്വീകാര്യമായിരുന്ന ഒരു കാര്യമാണ് അത്. പക്ഷേ ചുരിദാറുമായി സമൂഹം മുന്നോട്ട് പോയി. ഈ മതം കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്ത് പറയുന്നു എന്ന് നോക്കാതെ, അവിടെയാണ് ഞാൻ പറയുന്നത് ഹറാമിനെ സംബന്ധിച്ചുള്ള ഗൗരവം ഇല്ലാതായി പോകുന്ന രീതിയിലാകരുത് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അതിനാൽ വസ്ത്രത്തെക്കുറിച്ച് പറയുന്നതിന് പകരം ആ വസ്ത്രം നിർവഹിക്കുന്ന ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത് നോക്കി വേണം അത് ധരിക്കുന്നവരും അതിനെ കാണുന്നവരും അതിനെക്കുറിച്ച് കാണാൻ, മനസ്സിലാക്കാൻ എന്നുള്ളതാണ് പറയാനുള്ളത്. അയഞ്ഞ വസ്ത്രങ്ങളായിരിക്കണം ധരിക്കുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകളായ ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പല സന്ദർഭങ്ങളിൽ പറഞ്ഞ ഒരു കാര്യം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് കേൾക്കാൻ കഴിയും. അതിനാൽ വസ്ത്രത്തിൻ്റെ കോലമെന്ത് എന്നുള്ളതല്ല, നഗ്നത മറക്കുക, ആളുകളുടെ ശ്രദ്ധ അനാവശ്യമായി പിടിച്ചു പറ്റുക, അവരിൽ മറ്റു ചിന്തകൾ ഉണ്ടാക്കുന്ന രീതിയിലായിത്തീരുക എന്നുള്ളത് സ്ത്രീയുടെയും പുരുഷൻ്റെയും വസ്ത്രങ്ങളിൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു അടിസ്ഥാനം തിരിച്ചറിയുക എന്നുള്ളത് വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
സംസ്കാരങ്ങളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ശീലങ്ങൾ, രീതികൾ, വിശ്വാസങ്ങൾ ഒക്കെ ഒഴുകുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിനാൽ മുതിർന്ന തലമുറയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കുടുംബങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അവർക്ക് ഈ ധാരണയുണ്ടാവണം. എവിടെയാണ് തങ്ങളുടെ അടുത്ത തലമുറയിൽ ദീൻ നിലനിൽക്കണം എന്ന് വിചാരിച്ച് എത്രത്തോളം പ്ലാനിങ്ങുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടോ, അത് നമ്മൾ അവരെ പഠിപ്പിക്കുന്നുണ്ടോ, അവരുടെ ഭക്ഷണത്തെ സംബന്ധിച്ച്, അവരുടെ സൗന്ദര്യത്തെ സംബന്ധിച്ച്, അവരുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്, തൊഴിലിനെ സംബന്ധിച്ച് ഒക്കെ നമ്മൾക്ക് അഭിപ്രായങ്ങളുണ്ട്, നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഈ ദീൻ ഒരു സംസ്കാരമായി നിലനിൽക്കണം. എന്നോടുകൂടി, എൻ്റെ മയ്യത്തിൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ നിന്ന് എടുക്കുന്ന ഒന്നായി മാറിക്കൂടാ എൻ്റെ വീട്ടിലെ ദീൻ, എൻ്റെ പരിസരത്തെ ദീൻ എന്നുള്ള തോന്നലിൽ നിന്നുകൊണ്ട് എന്ത് കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് സഗൗരവം ആലോചിക്കേണ്ടതുണ്ട് മുതിർന്ന തലമുറയിൽപ്പെട്ട ആളുകൾ. കാരണം സംസ്കാരം എന്ന് പറയുന്നത് ഒരു തീയതി വെച്ച് തീരുമാനിക്കുന്നൊരു കാര്യമല്ല. പകരം ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിൽ വളർന്നു വരുന്ന ഒരു കുട്ടി അവിടുത്തെ രീതിയും ശീലങ്ങളും കണ്ട് ചെറുപ്പം മുതലേ കുട്ടി അത് മനസ്സിലാക്കി വരികയാണ്. നമസ്കാരം 7 വയസ്സായാൽ നിങ്ങൾ നമസ്കാരത്തെക്കുറിച്ച് പറയുകയും 10 വയസ്സായി കഴിഞ്ഞാൽ നമസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷണ നടപടികൾ എടുക്കണം എന്ന് പറയുകയും ചെയ്യുന്ന ഇസ്ലാമിൻ്റെ ഒരു കൽപ്പന വരുന്നത് യഥാർത്ഥത്തിൽ 15 വയസ്സോ അല്ലെങ്കിൽ പ്രായപൂർത്തിയുടെയോ ഘട്ടത്തിലാണല്ലോ നമസ്കാരം നിർബന്ധമാകുന്നത്. നാളെ മുതൽ 15 വയസ്സായിരിക്കുന്നു, അതിനാൽ ഇനി മുതൽ നമസ്കാരം തുടങ്ങുന്നു എന്ന് പറഞ്ഞ് നമസ്കാരം തുടങ്ങാൻ അതുവരെ ശീലിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് സാധ്യമല്ല. നോമ്പ് വരുന്നുണ്ട്, നോമ്പിൻ്റെ ഘട്ടത്തിൽ നമ്മൾ കുട്ടികൾക്ക് 10 മണി വരെ മതി നോമ്പ്, 12 മണി വരെ മതി നോമ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? 15 വയസ്സിന് ശേഷം, പ്രായപൂർത്തിയായതിനു ശേഷം ഒറ്റയടിക്ക് ഒരു സുപ്രഭാതത്തിൽ തുടങ്ങാൻ പറ്റുന്നതല്ല ഈ ഒരു കാര്യമെന്ന് പറയുന്നത്. അതിനാൽ ശീലങ്ങളുണ്ടാവണം. പലപ്പോഴും കുട്ടികളൊക്കെ നോമ്പ് നോൽക്കുന്നതിനെക്കുറിച്ച് മുസ്ലിമേതര പരിസരങ്ങളിൽ നിന്നുള്ള ആളുകൾ വലിയ അത്ഭുതം പ്രകടിപ്പിക്കാറുണ്ട്. വലിയ പ്രയാസമല്ലേ എന്ന് അവർ ചോദിക്കാറുണ്ട്. ശരിയാണ്, മുതിർന്ന ഒരാൾ അന്യപരിസരത്ത് നിന്ന് ആലോചിച്ച് നോക്കുമ്പോൾ വലിയ പ്രയാസകരമായി പോകും. പക്ഷെ അതിലേക്ക് നമ്മളിങ്ങനെ കുട്ടികളെ സ്കഫോൾഡ് ചെയ്ത് അവരെ വളർത്തിയെടുക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് സംസ്കാരം ഉണ്ടാവുക എന്ന് നാം അറിയണം. ആ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമസ്കാരമാണ് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. മറ്റെന്തിനെക്കുറിച്ചും നിങ്ങൾ സംസാരിച്ചിട്ട് കാര്യമില്ല. പലപ്പോഴും നമ്മുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി കുട്ടികൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്താണ് നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് അവർ വിട്ടുപോകുന്നല്ലോ എന്ന് ആലോചിക്കുന്നത്. വിവാഹത്തിൻ്റെ സന്ദർഭം വരുമ്പോൾ അന്യ സമുദായങ്ങളിൽ നിന്നുള്ള ആളുകളെ വധുവോ വരനോ ആയി സ്വീകരിക്കുന്ന സമയത്താണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. അതൊരു മൊമെൻറ്റിൽ സംഭവിക്കുന്നതല്ല. പകരം എൻ്റെ ജീവിതത്തിലെ ഇണ എന്ന് പറയുന്നത്, കൂട്ടുകാരൻ കൂട്ടുകാരി എന്ന് പറയുന്നത്, കാലാകാലം എൻ്റെ കൂടെ ജീവിക്കേണ്ടുന്ന ആൾ ഇസ്ലാമിക പരിസരത്ത് നിന്നുള്ള ആൾ തന്നെ ആകണമെന്നുള്ളൊരു ബോധം ക്രമേണ ഒരു മനസ്സിലേക്ക് അങ്ങ് കയറി വരികയാണ് ചെയ്യുന്നത്. അതിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ പലപ്പോഴും രക്ഷിതാക്കൾ കാണിക്കുന്ന അമാന്തം, അത് മാത്രമാണ് കാര്യം എന്ന് ഞാൻ പറയുന്നില്ല, ആ അമാന്തം പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകും. കൾച്ചറിൻ്റെ പ്രധാനപ്പെട്ട ഒരു അംശമാണ് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇത് ജനുവരി മാസമാണ്. കല്യാണങ്ങൾ റമളാനിന് മുമ്പായി ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വിവാഹം എന്ന് പറയുന്നതിനെക്കുറിച്ച് കൂടെ ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വിവാഹത്തിൻ്റെ കാര്യത്തിൽ, ചടങ്ങുകളുടെ കാര്യത്തിൽ ഓരോ കാലത്ത് ഓരോരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രീതികളെക്കുറിച്ചുള്ള ചില ആലോചനകൾ, പുനരാലോചനകൾ വേണം. ഈ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ഹറാമാക്കി വെച്ചുകൊണ്ട് അല്ല നമ്മൾ ഈ വിഷയത്തെയും നമ്മൾ കാണേണ്ടത്. നമ്മുടെ വിവാഹ പരിപാടികൾ, അതിനെത്ര ആളുകൾ വിളിക്കുന്നു, എങ്ങനെ സദ്യ കൊടുക്കുന്നു എന്നുള്ളതിലൊക്കെ സബ്ജക്റ്റീവാണെന്ന് പറയും. ആളുകളുടെ സാമൂഹ്യമായ ബന്ധങ്ങൾക്കനുസരിച്ച്, ആളുകളുടെ കോണ്ടാക്റ്റുകൾക്കനുസരിച്ചൊക്കെ അതിൽ മാറ്റങ്ങളുണ്ടാവും, സാമ്പത്തിക ശേഷിക്കനുസരിച്ചൊക്കെ. പക്ഷെ അതിനപ്പുറത്ത് ഇസ്ലാമിൻ്റെ പ്രകടമായ ഏതെങ്കിലും ശാസനകൾ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച കൃത്യമായ ധാരണ നമുക്കുണ്ടാവണം. ആ പറയുമ്പോൾ ഉടനെ വിവാഹം കളർഫുൾ അല്ലാതെ നടത്തണമെന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളങ്ങനെ പറയുന്നില്ല, അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. കാരണം വിവാഹം നടക്കേണ്ടത് മയ്യിത്ത് നമസ്കാരം നടക്കുന്നത് പോലെ അല്ലല്ലോ. രണ്ടും ദീനിയായ പരിപാടികൾ തന്നെയാണ്. പക്ഷേ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന, ഇസ്ലാമിൻ്റെ മധ്യമ നിലപാട് ആഘോഷങ്ങൾ ആഘോഷമായി തന്നെ നടക്കണം എന്നുള്ളതാണ്. അതിനൊരു ആഘോഷമുണ്ടാവും, പക്ഷെ അതിനും ഒരു പരിധി. സൈനബ് റളിയല്ലാഹു അൻഹ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ച സന്ദർഭത്തിൽ മദീനയിലെ മുഴുവൻ ആളുകളെയും വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. പക്ഷേ റസൂലിൻ്റെ മറ്റു ചില വിവാഹങ്ങൾ വളരെ ലളിതമായ രീതിയിലും നടന്നിട്ടുണ്ട്. ഇങ്ങനെ മാതൃക റസൂൽ തന്നെ കാണിച്ചു തരുന്നത് ഇതിന് വ്യത്യസ്തമായ രീതികളുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. ഈ പരിപാടികൾ നമ്മളിപ്പോൾ എല്ലാം തേർഡ് പാർട്ടികൾക്ക് കോൺട്രാക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതും ഈ കാലത്ത് വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. തെറ്റാണെന്ന് പറയാൻ കഴിയുകയില്ല. കാരണം നമ്മുടെ നാട്ടിലെ ബിസിനസ് എന്ന് പറയുന്നത് ഇത്രമാത്രം വർദ്ധിത അളവിലുണ്ടായിത്തീരുന്നത് ഇങ്ങനെ ചില തീരുമാനങ്ങൾ, ഇങ്ങനെ ചില മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അതിനാൽ കഴിഞ്ഞതിലേക്ക് പോകണമെന്നല്ല, പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആളുകളെ ഏൽപ്പിക്കുമ്പോൾ അതിൽ ചില നിയന്ത്രണങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. പലപ്പോഴും വിവാഹങ്ങൾക്ക് നമ്മൾ പങ്കെടുത്തു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും അത് നടത്തുന്ന കുടുംബങ്ങളെ തന്നെ വഷളാക്കുന്ന രീതിയിലുള്ള അവസ്ഥകളുണ്ടാകുന്നു. നമ്മുടെ കുട്ടിക്ക് പറ്റിയ ഒരു ആലോചന നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് നമ്മൾ മാരേജ് ബ്യൂറോയുടെ സഹായം തേടും. പക്ഷേ മാരേജ് ബ്യൂറോക്കാരനോട് നമ്മൾ പറയില്ലല്ലോ നിങ്ങൾ ഏതെങ്കിലും ഒരാളെ തിരഞ്ഞെടുത്ത് തരൂ എന്ന്. ഇല്ല, കുടുംബത്തെക്കുറിച്ച്, ചെക്കനെക്കുറിച്ച്, പെണ്ണിനെക്കുറിച്ച് നമ്മുടെ പരിശോധന കൃത്യമായി നടത്തുന്നു. അതെന്തേ അവിടെ മാത്രം പരിമിതമായി പോകാൻ? ഫോട്ടോഗ്രാഫറെ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്ത് നടക്കണമെന്നുള്ളത് ഫോട്ടോഗ്രാഫർ തീരുമാനിക്കുന്ന അവസ്ഥയുണ്ടായിക്കൂടാ നമ്മുടെ കുടുംബങ്ങളിൽ. അടഞ്ഞ വാതിലിനപ്പുറത്ത് നടക്കേണ്ടുന്ന, കാരണം വിവാഹത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് അതിൻ്റെ സ്വകാര്യത കൂടിയാണ്. സ്വകാര്യതയിൽ നടക്കേണ്ടുന്ന കാര്യങ്ങൾ പരസ്യമായി നടക്കേണ്ടതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന പാഠമാണ്. എൻ്റെ ദീനിൻ്റെ സിഗ്നേച്ചറാണ് ഹയാ എന്ന് പറയുന്നത്, ലജ്ജ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ലജ്ജയില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോ എന്നും പ്രവാചകൻ പറയുന്നുണ്ട്. അതിനാൽ ആ പരിധി പാലിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. സ്റ്റേജിൽ നടക്കേണ്ടുന്ന പരിപാടി തന്നെയാണോ സ്റ്റേജിൽ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നാം ആലോചിക്കണം. ഫോട്ടോഗ്രാഫറെ വിളിക്കുന്നത് നമ്മളാണ്, അയാൾക്ക് പണം കൊടുക്കുന്നത് നമ്മളാണ്, നമ്മൾക്ക് വേണ്ട ഫോട്ടോയാണ് അയാൾ തരേണ്ടത്. അല്ലാതെ അയാൾക്ക് മാർക്കറ്റ് ഉണ്ടാവണമെന്ന് വിചാരിച്ചല്ലല്ലോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെയുള്ള വിവാഹങ്ങളിൽ മാത്രം പങ്കെടുക്കുമ്പോൾ കളർഫുള്ളായി കഴിഞ്ഞാൽ ഇങ്ങനെ മാത്രമേ നടത്താൻ പറ്റുകയുള്ളൂ എന്ന്. അങ്ങനെ അല്ലാതെയും വിവാഹങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദീനിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കളർഫുള്ളായ വിവാഹങ്ങൾ സാധ്യമാണ്. ഇത് പറയുമ്പോൾ അതിലെ ഓരോ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് അത് പറ്റുമോ, മെഹന്തി പറ്റുമോ, ചാദർ പറ്റുമോ എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അങ്ങനെ അത്ര സൂക്ഷ്മമായ മറുപടികളല്ല. ഈ ഒരു ഫ്രെയിം വർക്കിനെ കുറിച്ച് നമ്മൾക്ക് കൃത്യമായ ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇവൻറ്റുകാരെ ഏൽപ്പിക്കുമ്പോൾ എമൗണ്ട് മാത്രമല്ലല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അയാൾ കൊണ്ടുവന്നിരുന്ന പരിപാടികൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഭാഗമായി നടക്കുന്ന ആഘോഷങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ വീട്ടിലെ വിവാഹത്തിൽ നടക്കേണ്ടതാണോ എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കണമല്ലോ. ഇതിൽ യഥാർത്ഥത്തിൽ കുട്ടികളെ കുറ്റം പറയരുത്, ചെറുപ്പക്കാരെ കുറ്റം പറയരുത്. ആർക്കെങ്കിലും ഇതിൽ ഉത്തരവാദിത്തമുണ്ടെങ്കിൽ മുതിർന്ന ആളുകൾക്കാണ് ഇതിലെ വലിയ ഉത്തരവാദിത്തം എന്നാണ് ഞാൻ പറയുക. പക്ഷെ നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നത് ഞാൻ ഒരു ഓൾഡ് ജെന്നായി പോകേണ്ട, തന്തവൈബിൽ പെട്ടുപോകേണ്ട എന്ന് വിചാരിച്ച് നമ്മളെന്ത് ചെയ്യും? ഇപ്പോൾ കുട്ടികളല്ലേ, കുട്ടികളാണ് നടന്നോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളവരെ സ്കൂളിൽ ചേർത്തുമായിരുന്നു. അവനിപ്പോൾ പഠിക്കുന്ന കോഴ്സിനെ അവൻ പഠിക്കുമായിരുന്നു. അവനിപ്പോൾ ചെയ്യുന്ന ബിസിനസ് തന്നെ ആയിരിക്കുമോ അപ്പോൾ ചെയ്യുക? അല്ല, അതിലൊക്കെ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നമ്മുടെ വീട്ടിൽ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ പേരിൽ നമ്മുടെ വീട്ടിലെ വാക്കൗട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരം ഒരു ജീവിതത്തിലെ വളരെ ക്രിട്ടിക്കലായ ഒരു മൊമെൻ്റ് വരുന്നിടത്ത് മാത്രം എന്തേ നമ്മൾ വളരെ പെട്ടെന്ന് ചെറുപ്പക്കാരാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പോകുന്നു. ചെറുപ്പക്കാർക്ക് അറിഞ്ഞുകൂടാ, കാരണം അവർ വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ഏർപ്പാടാണ് എന്നുള്ളത് വിവാഹ ബന്ധത്തിലേർപ്പെട്ട മുതിർന്ന ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പിരിയാൻ ആയിരക്കണക്കിന് കാരണങ്ങളുണ്ടായിരിക്കെ പിരിയാതെ ഓരോ ബന്ധവും പോകുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു അനുഗ്രഹം ആ സ്ഥാപനത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് മുതിർന്ന ആളുകളുടെ അനുഭവമാണ്. അതിനാൽ അള്ളാഹുവിനെ ആധാരമാക്കി ഒരു കുടുംബ ബന്ധം സ്ഥാപിക്കേണ്ടടുത്ത്, അത് സ്റ്റാർട്ട് ചെയ്യേണ്ടടുത്ത് ആ മീസാഖൻ ഗലീൽ എന്ന് പറയുന്ന ബലിഷ്ഠമായ പാശം അത് കേവലം അവിടെ ഖുതുബ നടത്തുന്ന ആളുടെ പ്രസംഗത്തിൽ ഓതുന്ന 2 ആയത്തുകളും ഹദീസുകളും അല്ലല്ലോ. ആ മൊമെൻറ്റിൽ തൊട്ട് നമ്മൾ തുടങ്ങും. ഒരു വിവാഹം പ്ലാൻ ചെയ്യുന്നിടത്ത് നമ്മൾ ആലോചിക്കണം. ഞാൻ ആലോചിക്കാറുണ്ട് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ, എപ്പോഴാവും നമ്മുടെ ഈ പെണ്ണും ചെക്കനും നമസ്കരിക്കുന്നുണ്ടാവുക? അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി നടത്തുന്ന സെലക്ഷൻ, വിവാഹത്തിൻ്റെ സമയങ്ങൾ, വിവാഹത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വസ്ത്രങ്ങൾ, അത് നമസ്കരിക്കാൻ പര്യാപ്തമാണോ?
എന്നുള്ളതിനെക്കുറിച്ച് ആലോചനയുണ്ട്. ചില വസ്ത്രങ്ങൾ ധരിച്ചാൽ നമസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ ആ വസ്ത്രം ധരിക്കാൻ പറ്റില്ല എന്നുള്ളതാണല്ലോ ഇസ്ലാമിക പരിസരത്ത് നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്ന കാര്യം. ചില മേക്കപ്പുകൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഒരു വിവാഹം എന്ന് പറയുന്നത് മേക്കപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാൻ പറ്റും. അത് സുബഹിക്ക് മുമ്പ് തുടങ്ങുന്ന ഒരു സിസ്റ്റമാണ്. അയാൾ അങ്ങനെ അസുർ വരെ അയാളുടെ നമസ്കാരം എങ്ങനെ പോകുമെന്നതിനെക്കുറിച്ച് ആലോചന വേണം. അപ്പോൾ പറയുമ്പോൾ അങ്കിൽ മേക്കപ്പ് വേണ്ട എന്നാണോ പറയുന്നത്? അല്ല. മാർക്കറ്റിൻ്റെ ട്രെൻഡുകളെ മാറ്റാം എന്നുണ്ടെങ്കിൽ അതിനനുസൃതമായ ഡിമാൻഡുകൾ മാർക്കറ്റിൽ നിന്നുണ്ടാകും. ഒരൊറ്റ ഉദാഹരണം വിവാഹവുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയുന്നത്, ബഫേ വന്നു കല്യാണങ്ങളിൽ. ബഫേ വന്നു കഴിഞ്ഞപ്പോൾ, കാരണം ഒരുപാട് സൗകര്യങ്ങളുണ്ട്, ബഫേ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയും ആളുകൾ അത് ഹറാമാണെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും നമ്മൾ അതിവാദങ്ങൾ ഉന്നയിക്കേണ്ടതില്ല. പക്ഷേ ക്ഷണിച്ചു കൊണ്ടുവരുന്ന ആളെ മാന്യമായി ഭക്ഷണം കൊടുത്ത് അയാൾ വീണ്ടും പ്ലേറ്റുമായി വരാത്തൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക മൂല്യം എന്ന് ഇസ്ലാമിനകത്ത് നിന്നുകൊണ്ട് ഒരുപാട് ആളുകൾ ശക്തമായി വാദിച്ചതിൻ്റെയും തർക്കിച്ചതിൻ്റെയും ഭാഗമായിക്കൊണ്ടാണ് ഇസ്ലാമിക് ബഫേ എന്നുള്ള ഒരു പേര്. ലോകത്തെവിടെയും മറ്റെവിടെയെങ്കിലും അങ്ങനെ ഒരു വാക്കുണ്ടോ എന്ന് എനിക്കറിഞ്ഞില്ല. അങ്ങനെ ഒരു സിസ്റ്റം വന്നതുകൊണ്ടാണ്. കാരണം ഇസ്ലാമിൻ്റെ ഒരു മൂല്യമാണ് അതിഥി ആദരിക്കുക. അത് നടക്കണം എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ്. ഇപ്രകാരം സംസ്കാരം ഉണ്ടാകുന്നത് നമ്മുടെ വിശ്വാസ പരിസരം ഇതാണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് വസ്ത്രം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ റെഡിമെയ്ഡ് ചുരിദാറുകളൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ മറക്കേണ്ട വിധത്തിൽ മറക്കാൻ പറ്റുകയില്ല. അതിന് പറ്റുന്ന സാധനം മാർക്കറ്റിൽ കോഴിക്കോട് അവൈലബിൾ ആകുന്നത് എന്തുകൊണ്ടാണ്? അതിന് മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. യൂറോപ്യൻ നാടുകൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഹലാലായ ഭക്ഷണം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്നത് എവിടെയാണ്? നിങ്ങൾ മുസ്ലിം പള്ളികൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പരിസരത്ത് ഒരു ഷോപ്പെങ്കിലും ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാം. വേണ്ട, നമ്മുടെ നാട്ടിൽ രാവിലെ നമ്മൾ എവിടേക്കെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിൽ രാവിലെ ഒരു ചായ കുടിക്കണം, കട്ടൻ ചായ കുടിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പരിചയമില്ലാത്ത സ്ഥലത്താണെങ്കിലും ഒരു മിനാരം കണ്ടാൽ നമ്മൾ ഉറപ്പിക്കുന്നു അതിനടുത്ത് ഒരു ചായക്കട ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം മുസ്ലിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് സുബഹിക്ക് ശേഷം ഒരു ചായ കുടിക്കുന്ന ഒരു സാമൂഹ്യത നമ്മളിൽ നിലനിൽക്കുന്നുണ്ട് എന്നറിയുന്നത് കൊണ്ടാണ്. അതിനാൽ നിലവിലിരിക്കുന്ന ട്രെൻഡുകൾക്കനുസരിച്ച് മാറുകയില്ല. പുതിയ ട്രെൻഡുകൾ മാർക്കറ്റിൽ സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് നമ്മൾ അറിയണം. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഇസ്ലാമികമായ അന്തരീക്ഷം എന്ന് പറയുന്നത് സമൂഹത്തിലെ ഒരുപാട് മാറ്റങ്ങൾ ആളുകൾ പൊരുതി നേടിയതാണ്. അല്ലാതെ എല്ലാവരും ചപ്പുചവറുകളെ പോലെ ഒഴുകാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. സ്ത്രീധനത്തെ എതിർത്ത് പരിഷ്കരണ സംരംഭങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വലിയ വലിയ എതിർപ്പുകൾ, അതിൻ്റെ ന്യായീകരണങ്ങൾ അന്ന് അതിന് വേണ്ടി ഉണ്ടായതാണ്. പക്ഷേ ഇപ്പോൾ അത് എടുത്തുപോയല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന്. ഇവിടെ നമ്മുടെ നാട്ടിൽ സാധാരണ ഈ ശിരോവസ്ത്രങ്ങൾ മാറിലേക്ക് താഴ്ത്തിയിടുക എന്നുള്ള ഇസ്ലാമികമായ രീതി ഉണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിൽ. കാരണം അന്ന് സ്ത്രീകളൊക്കെ ചെവിക്ക് ധാരാളം തുളകളിട്ട് ചുറ്റുപോലുള്ള ആഭരണങ്ങൾ ധരിച്ചു കൊണ്ടിരുന്ന ഒരു കാലത്താണ് ഈ ഒരു മാറ്റം വരുന്നത്. ചെവി കൂടി മറക്കേണ്ടുന്ന ഔറത്തിൽപ്പെടുന്നതാണ് എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നത് ആ കാലത്താണ്. പക്ഷെ പരിഷ്കരണ സംരംഭങ്ങളുടെ ഭാഗമായി ആളുകൾ പൊരുതി നേടിയ കാര്യമാണ് യഥാർത്ഥത്തിൽ ശിരോവസ്ത്രങ്ങൾ മാറിലേക്ക് താഴ്ത്തിയിടുക എന്നുള്ളത്. വളക്കച്ചവടക്കാരൻ വന്നു കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും വളകൾ ധരിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് നാട്ടിലെ പൊതുവായ നടപ്പായിരുന്നു നമ്മുടെ നാട്ടിൽ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലുഹ്ർ എന്ന് പറയുന്ന നമസ്കാരം അസറിനോടുകൂടി അല്ലെങ്കിൽ ആ ലുഹ്റും അസറും ചേർത്ത് മാരിബിനോടുകൂടി ജമ്മാക്കാനുള്ളതല്ല എന്നുള്ളൊരു തോന്നൽ വിശ്വാസ പരിസരത്ത് പോലും ഉണ്ടാകുന്നത് ഇത്തരം ശ്രമങ്ങളുടെ ഭാഗമായിക്കൊണ്ടാണ്. അതിനാൽ നമ്മളെപ്പോഴും ഒഴുക്കിനനുസരിച്ച് നടക്കുകയല്ല. നമ്മളുടെ മകളുടെ വിവാഹം നടക്കുമ്പോൾ, നമ്മുടെ മകൻ്റെ വിവാഹം നടക്കുമ്പോൾ എല്ലാ ദിവസവും നമസ്കരിക്കുന്ന ആളുകൾ അന്ന് നമസ്കരിക്കാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും സംഭവിച്ചുകൂടാ. ഞാൻ പറയുന്നത് ജീവിതത്തിലൊട്ടും നമസ്കാരം നടക്കാത്ത ആളുകളെ കുറിച്ചല്ല. നമസ്കാരം നടക്കുന്ന കുടുംബങ്ങളിൽ പോലും പതിയെ പതിയെ ഒരു ലാഘവബുദ്ധി ഇത്തരം ദിവസങ്ങളിൽ ഉണ്ടായിപ്പോകുന്നു എന്നുള്ള ചില സംശയങ്ങളിൽ ഒരു വിവാഹ സീസണിൽ കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യുമ്പോൾ തോന്നുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ആളുകൾ ചോദിക്കും, അന്നല്ലേ, ഒരു ദിവസമല്ലേ? അതെ, ഒരു ദിവസമാണ്. ഒരു ദിവസത്തെ നമ്മൾ വിവാഹം കഴിക്കുകയുള്ളൂ. അന്നാണത് വേണ്ടത്. അത് തുടങ്ങുന്ന ദിവസം അള്ളാഹുവിനെ പുറത്തു നിർത്തിയതിന് ശേഷം പിന്നീട് നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതങ്ങളിൽ എപ്പോഴെങ്കിലും പ്രശ്നം വരുമ്പോൾ അള്ളാഹുവിനെ വിളിച്ചാൽ അള്ളാഹു ഉണ്ടാകും എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതിനാൽ നമ്മുടെ സന്തോഷങ്ങൾ ഒഴിവാക്കേണ്ടതില്ല. വിവാഹത്തിൻ്റെ ആഘോഷങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതില്ല. അത് ആഘോഷിച്ചുകൊണ്ട് തന്നെ സന്തോഷമായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രകടമായ വിധികൾ ലംഘിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടുന്ന ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട്. പരിപാടികൾ, കുടുംബങ്ങൾക്കുള്ളിൽ നടക്കേണ്ടുന്ന പരിപാടികൾ കുടുംബങ്ങൾക്കുള്ളിലേ നടക്കേണ്ടതുള്ളൂ. അവിടേക്ക് മറ്റുള്ളവർ എത്തി നോക്കരുത്, മറ്റുള്ളവർ എത്തി നോക്കിപ്പിക്കുന്ന അവസ്ഥയും ഉണ്ടാകരുത്. എല്ലാം റീലിന് വേണ്ടിയും ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരുപക്ഷെ അത്ര പോസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ ആ ഒരു ശ്രദ്ധ, കുടുംബങ്ങളുടെ പ്രൈവസി അനുവദിച്ചു കൊടുക്കാനുള്ള ശ്രദ്ധ കൂടി
പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളുകൾക്കും ഇത്തരം വിഷയങ്ങളിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അവൻ്റെ ദീനിനെ ആദരിക്കുന്ന, അതനുസരിച്ച് സംസ്കാരം രൂപപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.